we are going to discuss mechanical properties of solids. What are solids? In solids, atoms or molecules are tightly fixed. Solids have definite shape and size. Now, deforming force. എന്താണ് ഡീഫോമിംഗ് ഫോഴ്സ്? ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്തിനോ വോളിയത്തിനോ ഷേപ്പിനോ ചേഞ്ച് ഉണ്ടായാൽ അത്തരം ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. When a suitable force is applied on a body, if it undergoes a change in length, volume or shape, that force is called deforming force. And restoring force. When a body is subjected to a deforming force, at the same time, a restoring force is developed inside the body. ഒരു ബോഡിയിൽ ഡീഫോമിംഗ് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ അതേസമയം തന്നെ അതിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടെ ഡെവലപ്പ് ചെയ്യുന്നു. Now, elasticity. If a body regains its original shape and size after the removal of deforming force, it is said to be elastic and the property is called elasticity. ഒരു ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് റിമൂവ് ചെയ്താൽ ആ ഫോഴ്സ് നമ്മൾ പിൻവലിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ബോഡി അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയെ നമ്മൾ പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. ദ ഡീഫോർമേഷൻ കോസ്ഡ് ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ. മെറ്റൽസ്, സ്റ്റീൽ റോപ്സ് എറ്റ്സെട്ര ആർ എക്സാമ്പിൾസ്. നൗ, പ്ലാസ്റ്റിസിറ്റി. If a body does not regain its original shape and size after the removal of deforming force, it is said to be plastic body and the property is called plasticity. Example, glass, clay, etc. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടേമാണ് സ്ട്രെസ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. When a body is subjected to a deforming force, a restoring force is developed in the body. This restoring force is equal in magnitude but opposite in direction to the applied force. Stress is the restoring force per unit area. സ്ട്രെസ്സിനെ സിഗ്മ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സിഗ്മ ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. Its unit is Newton per meter square and its dimension is ml raised to minus 1 t raised to minus 2. ഓരോ സിറ്റുവേഷൻസിലും നമ്മൾ സ്ട്രെസ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഓർ ലീനിയർ സ്ട്രെസ്. This stress developed when the applied force produces a change in length of the body. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആ ബോഡിയുടെ ലെങ്ത്തിനാണ് ചേഞ്ച് വരുത്തുന്നതെങ്കിൽ അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഓർ ലീനിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ദിസ് ചേഞ്ച് ഇൻ ലെങ്ത് മേ ബി ഇലോങ്ങേഷൻ ഓർ കംപ്രഷൻ. If it is elongation, the stress is called tensile stress. And if it is compression, it is called compressive stress. Tensile stressൻ്റെയും compressive stressൻ്റെയും ഒരു പിക്ചറൈസേഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ലെങ്ത് വൈസ് ഇലോങ്ങേഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ഉണ്ടായപ്പോഴാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അല്ലെങ്കിൽ ലീനിയർ സ്ട്രെസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. Second case is shearing stress or tangential stress. നമുക്കിവിടെ ഈ ഫിഗറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ്.
അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു സ്ട്രക്ചർ. അതിൻ്റെ ലോവർ ഫേസ് ഈസ് ഫിക്സഡ് ആൻഡ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദ അപ്പർ സർഫസ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ടാൻജൻഷ്യൽ ആയിട്ടുള്ളൊരു ഫോഴ്സാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇമാജിനേഷനിലൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, there is a change in shape of the body. So that we can say that this stress is developed when there is a change in shape of the body. That is, shearing stress or tangential stress depends on the change in shape of the body. And third one is normal stress or hydraulic stress. This stress is developed in the body when the applied force produces a change in volume of the body. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ബോഡിയുടെ വോളിയത്തിനാണ് ചേഞ്ച് ഉണ്ടാക്കുന്നതെങ്കിൽ അത്തരം സ്ട്രെസ്സിന് നമ്മൾ പറയുന്ന പേരാണ് നോർമൽ സ്ട്രെസ്, ഹൈഡ്രോളിക് സ്ട്രെസ് എന്നൊക്കെ. നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് സ്ട്രെയിൻ. സ്ട്രെസ് എന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആയിരുന്നെങ്കിൽ strain measures how much an object is stretched or deformed when a force is applied. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓബ്ജക്റ്റിന് എത്രമാത്രം സ്ട്രെച്ചിങ് ഉണ്ടായി അല്ലെങ്കിൽ ഡീഫോർമേഷൻ ഉണ്ടായി എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ഇൻഫോർമേഷൻ തരുന്ന ഫാക്ടറാണ് സ്ട്രെയിൻ. ദാറ്റ് ഈസ് സ്ട്രെയിൻ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. ഇതിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. ദെൻ ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. ഫസ്റ്റ് വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. If the deforming force produces a change in length, the strain produced in the body is called longitudinal strain. That is, longitudinal strain is equal to change in length by original length. നമുക്കറിയാം ഇതൊരു റേഷ്യോ ആണെന്ന് ഫിഗറിൽ നമുക്ക് നോക്കിയാൽ അറിയാം. ആദ്യം ലെങ്ത് എല്ലായിരുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ആ വയറിൻ്റെ ലെങ്ത്ത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആയി. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഡെൽറ്റ എൽ ആണ്. എഫ് ഫോഴ്സാണ് അപ്ലൈ ചെയ്തത്. ഇവിടെ ഉണ്ടായത് ഇലോങ്ങേഷനാണ്. ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഹിയർ ഈസ് ഗിവൺ ബൈ ഡെൽറ്റ എൽ ബൈ എൽ. നെക്സ്റ്റ് കേസ് ഈസ് ഷിയറിംഗ് സ്ട്രെയിൻ. ഇവിടെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അപ്പർ സർഫസിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇഫ് ദ ഡീഫോമിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് ദ ബോഡി വിത്തൗട്ട് ചേഞ്ചിങ് വോളിയം. വോളിയത്തിൽ ചേഞ്ച് ഇല്ല, ഷേപ്പിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. നമുക്ക് ഫിഗറിൽ കണ്ടാൽ തന്നെ അറിയാം. ദ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഈസ് കോൾഡ് ഷിയറിംഗ് സ്ട്രെയിൻ. സോ ചേഞ്ച് എന്ന് കാണിക്കുന്നത് ഇവിടെ ഡെൽറ്റ എക്സ് ആണ്. അതായത് ചേഞ്ച് ഇൻ ഷേപ്പ് എന്നതുകൊണ്ട് നമ്മളിവിടെ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഡെൽറ്റ എക്സ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഷിയറിംഗ് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഫ്രം ദ ഫിഗർ. ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ വി ക്യാൻ റൈറ്റ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ. ആൻഡ് ദ തേർഡ് വൺ ഈസ് വോളിയം സ്ട്രെയിൻ. If the deforming force produces a change in volume, the strain produced in the body is called volume strain. That is, volume strain is equal to change in volume divided by original volume. That is equal to delta V by V.